Hi guys, I am Dr. Prasoon. ഇപ്പോൾ അധിക പേഷ്യൻസും പോസിറ്റീവ് ആയിട്ടുള്ളവർ വീട്ടിൽ തന്നെയാണ് സ്വയം ചികിത്സിക്കുന്നത്. കോവിഡിനെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഒട്ടും തന്നെ പേടിക്കണ്ട. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, അവർക്ക് ശ്വാസമുട്ടലുണ്ടാവും, എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ആരൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്? എപ്പോഴാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? നിങ്ങൾ വീട്ടിൽ തന്നെ ഹോം ഐസൊലേഷൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീട്ടിൽ പോസിറ്റീവായിട്ടുള്ളവർ ലക്ഷണങ്ങൾ ഉള്ളവരെ കാര്യമാണ്. ഒരു തരത്തിലുള്ള സിംറ്റംസും ഇല്ലാത്ത പോസിറ്റീവായിട്ടുള്ള രോഗികൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്കും ഈ വീഡിയോ കാണാം. കാരണം നിങ്ങൾക്ക് ചിലപ്പം ഇനി അടുത്ത 5-6 ദിവസം കൊണ്ട് ചിലപ്പോൾ സിംറ്റംസ് തുടങ്ങിയേൽക്കാം. അന്നപ്പം ഏത് സാഹചര്യത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ അത്യാവശ്യമാണ്. ഇനി സിംറ്റംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 സിംറ്റംസാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബ്രെത്ത്ലെസ്നെസ് ആണ്, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ. അധിക പോസിറ്റീവായിട്ടുള്ള രോഗികൾക്കും അനുഭവപ്പെടുന്ന മെയിനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷണമാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അത് ചിലപ്പം ഷോർട്ട്നെസ് ആവാം, അവർ അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കുന്ന പോലൊരു തോന്നലാവാം, ചിലപ്പം ശ്വാസം കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലാവാം, അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നതാവാം, ശ്വാസം എടുക്കുമ്പോൾ എന്തോ തടസ്സം നേരിടുന്ന പോലെ, നെഞ്ചിൽ എന്തോ തടസ്സമുണ്ട്, അതുകൊണ്ട് ശ്വാസം ഫുള്ളായിട്ട് കയറി പോകുന്നില്ല എന്നുള്ളൊരു തോന്നലാവാം. ഇങ്ങനത്തെ പല രീതിയിൽ ശ്വാസം എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇങ്ങനത്തെ എന്ത് സിംറ്റംസ് ആയാലും ഏറ്റവും കൂടുതലായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്ഥിരമായി ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ്, നിങ്ങൾ വീട്ടിൽ നിന്ന് നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്നു, നിങ്ങൾ ഐസൊലേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ശ്വാസം മുട്ടൽ കൂടുന്നുണ്ടോ? നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഈ ശ്വാസം മുട്ടൽ സാരമായി ബാധിക്കുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ചിലപ്പം വെറുതെ ഇരുന്ന് മൂളുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പോലെ തോന്നുക, ഇത് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ഒരു 2-3 ദിവസം കൊണ്ട് നിങ്ങൾ ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റം എന്താണെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത്തരം നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസിനെ ഈ ശ്വാസം മുട്ടൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ രക്തത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. ഇതൊരു ഡിജിറ്റൽ മെഷീനാണ്. ഇത് നിങ്ങളുടെ ഫിംഗറിൽ ഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എഴുതി കാണിക്കും നിങ്ങളുടെ രക്തത്തിൽ എത്ര ഓക്സിജൻ്റെ പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് ആ മെഷീനിൽ എഴുതി കാണിക്കും. പൾസ് ഓക്സിമീറ്റർ എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ നോർമൽ റേഞ്ച് എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അതിൽ തെറ്റായിട്ടുള്ള വാല്യൂസ് കാണിക്കുന്നത്, ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. നിങ്ങൾ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കി, അത് 99-100 നോർമലി ഉണ്ടാവാറ്. അങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. 95ൻ്റെ മുകളിലേക്ക് എത്ര വാല്യൂ കാണുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷേ 94 അല്ലെങ്കിൽ 94 താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. 94 കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കണം. പൾസ് ഓക്സിമീറ്ററിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3 മിനിറ്റ് വാക്കിംഗ് ടെസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ 3 മിനിറ്റ് നിങ്ങളുടെ വാച്ചിലോ മൊബൈൽ ഫോണിലോ നോക്കി 3 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒന്ന് നടക്കുക. സാധാരണ വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ നടക്കുന്ന പോലെ നടക്കുക. അതിനുശേഷം പൾസ് ഓക്സിമീറ്ററിൽ വാല്യൂ നോക്കുക. എന്നിട്ട് നോക്കുന്ന വാല്യൂ ആദ്യം നോക്കുന്ന വാല്യൂവിനെയും കാട്ടിയും 3% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഡോക്ടർമാർ നിങ്ങളെ 3 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. വീട്ടിൽ തന്നെ ഇരിക്കുന്ന രോഗികളെ 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിൽ മൈൽഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെയിലി ആക്ടിവിറ്റീസ്, അതായത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടേക്കാം. ഇങ്ങനത്തെ സാഹചര്യത്തിൽ അവർ ഹോസ്പിറ്റലിലേക്ക് മാറണമെന്ന് നിർബന്ധമില്ല. വീട്ടിൽ നിന്ന് തന്നെ നോക്കിയാൽ മതി. പക്ഷെ അവർ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം.
മൈൽഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ 94 മുകളിൽ തന്നെ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് മോഡറേറ്റ് എന്ന് പറയുന്നത്. മോഡറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ചെറിയ രീതിയിൽ ഈ ശ്വാസമുട്ടൽ ബാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പണ്ട് കോവിഡ് വരുന്നതിൻ്റെ മുമ്പേ നടന്നതുപോലെ നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ സംസാരിച്ചതുപോലെ 2-3 ദിവസം മുമ്പേ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, നിർത്താതെ സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടലുണ്ടാവുക. ഇങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസിനെ ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ചില പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വരും. അത് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ നോക്കിയിട്ടാണ്. അവർക്ക് ഓൾറെഡി മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് ഹൈ BP, ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അവരെ മോഡറേറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ഈ മോഡറേറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും 94 താഴെ ഓക്സിജൻ സാച്ചുറേഷൻ പോവുകയാണെന്നുണ്ടെങ്കിലും അവർ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സിവിയർ ആണ്. സിവിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ശ്വാസം മുട്ടൽ മെല്ലെ മെല്ലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രോഗ്രസ് ചെയ്യുന്ന ശ്വാസം മുട്ടലാണ്. അല്ലെങ്കിൽ അവർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ശ്വാസം മുട്ടലുണ്ട്, വെറുതെ കിടക്കുന്ന സമയത്ത് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണ്, അത് മെല്ലെ മെല്ലെ കൂടി വരികയാണ്. ഇത് എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള കാറ്റഗറിയാണ്. ഇങ്ങനത്തെ രോഗികൾക്ക് നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും. അവർക്ക് വീട്ടിലിരുന്ന് സെൽഫ് ഐസൊലേഷൻ ചെയ്താൽ മതിയാവില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലും ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുന്ന സമയത്ത് 90 താഴെയാണ്, ബിലോ 90 ആണ് കാണുന്നതെങ്കിലും നിങ്ങൾ സിവിയർ കാറ്റഗറിയിൽ തന്നെയാണ്. നിങ്ങളും ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടുന്നത് തന്നെയാണ് നല്ലത്. ഇനി യങ് ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് സ്ഥിരം അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവർ കമിഴ്ന്ന് കിടക്കുമ്പോൾ ശ്വാസം എടുക്കുന്നത് അറിയുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ശ്വാസം എടുക്കുന്ന എന്തോ ബുദ്ധിമുട്ട് നേരിടുന്നു. ഇത്തരം ആൾക്കാരും അവർ സ്വന്തം വിലയിരുത്തേണ്ടതെന്നാണ്. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് സാച്ചുറേഷൻ നോക്കുക. ഇത് രണ്ടും നോർമലാണ്, അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മൈൽഡ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, പാനിക് ആവേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ നിങ്ങളുടെ ഈ സിംറ്റംസ് എല്ലാം മാറുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഓൾറെഡി പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്തും കുറേ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ വാങ്ങിച്ചു വെച്ച പൾസ് ഓക്സിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യണം. നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലോ ഓക്സിജൻ സാച്ചുറേഷൻ കാണിക്കാൻ സാധ്യതയുണ്ട്. ലോ ക്വാളിറ്റി, അതായത് നല്ല വിലക്കുറവുള്ള പൾസ് ഓക്സിമീറ്ററൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിലും വാല്യൂസ് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ കുട്ടികളുടെ വിരലിൽ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുമ്പോൾ സാച്ചുറേഷൻ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അധിക പൾസ് ഓക്സിമീറ്ററിലും പൾസ് റേറ്റും കാണിക്കും, ഓക്സിജൻ സാച്ചുറേഷനും കാണിക്കും. പെർസെൻറ്റേജ് ഉപയോഗിച്ച് കാണിക്കുന്നത് ഓക്സിജൻ സാച്ചുറേഷനാണ്. അതും പൾസ് റേറ്റും തമ്മിൽ കൺഫ്യൂഷൻ അധികം ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം 100ൻ്റെ മുകളിലേക്ക് ഒരിക്കലും ഓക്സിജൻ സാച്ചുറേഷൻ ആർക്കും പോകാറില്ല. അതുപോലെ തന്നെ നനവുള്ള ഫിംഗേഴ്സിലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും വാല്യൂസിന് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പൾസ് ഓക്സിമീറ്റർ നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങൾ ഹോം ഐസൊലേഷനിലാണെങ്കിൽ, നിങ്ങൾ ഹൈ റിസ്ക് ഗ്രൂപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കുന്നത് നല്ലതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള 2 പൾസ് ഓക്സിമീറ്റർ ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഇനി രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിൻ ആണ്. അത് ചിലപ്പോൾ നിങ്ങൾ നടക്കുന്ന സമയത്താവാം, ശ്വാസം വലിക്കുന്ന സമയത്താവാം, വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്താവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് സ്റ്റെപ്പ് കയറുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നെഞ്ചുവേദന പോലെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ചില ആൾക്കാർക്ക് ശ്വാസം നീട്ടി വലിക്കുന്ന സമയത്തായിരിക്കും ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നത്. അധികം ആൾക്കാരും നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്താറുണ്ട്, അത് ഇഗ്നോർ ചെയ്യാറുണ്ട്. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള സമയത്ത് ചെസ്റ്റ് പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഡോക്ടർമാരായിട്ട് സംസാരിച്ച് ഡോക്ടർമാർ തീരുമാനിക്കട്ടെ അത് കുഴപ്പമില്ലാത്ത ചെസ്റ്റ് പെയിൻ ആണോ ഗ്യാസിൻ്റെതാണോ എന്നുള്ളത്. ഇനി അഥവാ ചെസ്റ്റ് പെയിനിൻ്റെ കൂടെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് പ്രഷർ നോക്കി അത് കൂടുതലാണ്, പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് ഓക്സിജൻ്റെ അളവ് നോക്കുമ്പോൾ അത് കുറവാണ്, അതുപോലെ തന്നെ പൾസ് റേറ്റ് വല്ലാതെ 90ന് മുകളിലേക്കൊക്കെ കൂടുതൽ കാണുകയാണ്, ഇതെല്ലാം ഉള്ളൊരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് കുറച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ചിലപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവാം, ഓർമ്മക്കുറവാവാം, ക്ഷീണമാവാം, എല്ലാ സമയത്തും ക്ഷീണം തോന്നുന്നത്, സാധാരണ ഉണ്ടാകുന്ന ക്ഷീണത്തിനെക്കാട്ടിയും കൂടുതലായിട്ട് ക്ഷീണം തോന്നുന്നത്, നിങ്ങളുടെ ബോഡിയിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെ എന്തോ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴെങ്കിലും ബോധക്ഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ,
നിങ്ങൾ ചുമച്ചിട്ട് തുപ്പുന്ന സമയത്ത് അതിൽ രക്തം കലർന്ന പോലെ കാണുക. പിന്നെ പ്രഷർ നോക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രഷർ നോക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ പ്രഷർ നോക്കുന്ന സമയത്ത് സാധാരണ കാണുന്നതിലും കുറഞ്ഞു കാണുക. സ്ത്രീകൾക്കും ചില നല്ല മെലിഞ്ഞിട്ടുള്ള ലീനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ലോ BP സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പം അതിലും കുറഞ്ഞ BP ഉണ്ടാവുക. അത് കിടന്നിട്ട് എണീക്കുന്ന സമയത്ത് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുക, നിങ്ങൾ നടക്കുന്ന സമയത്ത് തല കറങ്ങി വീഴാൻ പോകുന്ന പോലെ തോന്നുക, നിങ്ങളുടെ ബാലൻസ് പോകുന്ന പോലെ തോന്നുക. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മോഡറേറ്റും സിവിയർ കാറ്റഗറിയിലുള്ള ആൾക്കാർ അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഡോക്ടർമാരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ടെൻഷൻ കുറേയൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഡോഫോഡി ആപ്പ് ഉപയോഗിച്ചിട്ട് ഡോക്ടർമാരായിട്ട് സംസാരിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം. നിങ്ങളുടെ ഓക്സിജൻ്റെ ലെവലും നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ്, BP ഇതെല്ലാം നിങ്ങൾക്ക് ഡോക്ടർമാരോട് ചോദിച്ചിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഹോസ്പിറ്റലിൽ പോകുന്നതാണോ നല്ലത്, നിങ്ങൾക്ക് ഓക്സിജൻ വേണോ വേണ്ടേ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡോക്ടർമാരോട് നേരിട്ട് ചോദിക്കാൻ ഡോഫോഡി ആപ്പ് ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൻ്റെ കാര്യം മറക്കണ്ട. ഞാനിനി നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, and thank you so much for watching. Bye.